വയ്ക്കരുത്. എത്ര വിളി വിളിച്ചു, ഒന്ന് മിണ്ടിക്കൂടെ? ചേട്ടാ, മാറവിടുന്ന്. അവന്റെ ഒരു സംഗീത പ്രേമം ഒന്നങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ ആ സ്വത്ത്. എടിയടി, അവനെ തൊട്ടാലുണ്ടല്ലോ നിന്റെ ചെവി ഞാൻ പൊന്നാക്കും, പറഞ്ഞേക്കാം. അവനെന്തിനാ എന്നെ കടിക്കാൻ വരുന്നത്? നീ വെറുതെ കാണിച്ചാൽ അവൻ ചുമ്മാതിരിക്കോ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അവനോട് മിണ്ടണ്ട. അവനോട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കണ്ടില്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്നുണ്ടോ ഇതിനെ? ഹയ്യടി, എന്നിട്ട് ഇവൾക്ക് ബുദ്ധിയില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ, ഒരു ബുദ്ധിജീവി വന്നിരിക്കുന്നു. നിന്നേക്കാൾ ഭേദമാ. പിന്നെ അതിലിട്ട് തട്ടാൻ പോവാ. വാ ചേട്ടാ, ഒരു ഗെയിം കളിക്കാം പ്ലീസ്. ഞാനില്ല, നീ പോയി കളിച്ചോ. ഒറ്റയ്ക്കാ ഷട്ടിൽ കളിക്കുന്നത്? ആ ബ്ലാക്കി, നീ പോകുന്നേ പോയിക്കോ. ഒന്ന് വാ ചേട്ടാ. എപ്പോ നോക്കിയാലും ഒരു സംഗീതം. ഇൻസ്പെക്ടർ ആകാൻ പോകുന്ന ആളാ സംഗീതം പഠിക്കുന്നത്. എന്താടി, അവർക്ക് ഇതൊന്നും പാടില്ലേ? പാട്ട് പാടിക്കൊണ്ടായിരിക്കും കള്ളനെ പിടിക്കുന്നത്. നീ ഒന്ന് പോകുന്നുണ്ടോ അവനെ? ഇപ്പൊ പോകുന്നില്ല. എടി, പറയുന്നത് കേൾക്കുന്നത് നല്ലത്. എണീറ്റ് പോ. പോവില്ല പോവില്ല പോവില്ല. ആ, അമ്മ പൂജാൻ പോയില്ല, കുറച്ചുകൂടെ ഉറക്ക വിളിക്കും. എന്താ ഇത്? വിടണേ അവളെ. എണീറ്റ് പോ. ഈ പിശാചിനെന്തോ പറഞ്ഞെന്നും പറഞ്ഞ എന്റെ ചെവിക്ക് പിടിച്ചു നുള്ളിയതൊന്ന്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറുമ്പ് കാണിച്ചാവാൻ വിടുവോ? ഒരു ഗെയിം കളിക്കാൻ വരാൻ പറയുന്നേ. കുറച്ചു നേരം ചെല്ലട മോനെ. എന്നെ കൊണ്ട് പറ്റില്ല, അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ചെല്ല്. ആ ദാ മുറച്ചെറുക്കം വരുന്നുണ്ട്, ചെല്ല്. അവന്റെ അടുത്താവുമ്പോ നിന്റെ കുറുമ്പ് എന്തും ചെലവാകും. ഹായ്. ഹലോ. നിന്നെയും കാത്തിരിക്കുകയാണ്. എടാ രാജ, ഇവന്റെ കൂടെ ഒരു ഗെയിം ഷട്ടിൽ കളി. ഇതുങ്ങൾ രണ്ടെണ്ണുള്ളത് മതി മോനെ. എപ്പോ നോക്കിയാലും തമ്മിത്തല്ല. അടുത്ത ആഴ്ച കോളേജിന്റെ ഒരു സ്റ്റഡി ടൂർ ഉണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. ടൂർ അടുത്ത ആഴ്ചയല്ലേ? ഇപ്പൊ നീ ചെല്ല്. വാ രാജ, ഈ ബുദ്ധൂസ് ഇവിടെ ഇരിക്കട്ടെ. ബ്ലാക്കി, ഷട്ടിൽ വരെ അവിടെ നിൽക്ക. ബ്ലാക്കി, അവിടെ നിൽക്ക്. എടാ ബ്ലാക്കി, മര്യാദയ്ക്ക് ഷട്ടിൽ വാ. ബ്ലാക്കി, എടാ ബ്ലാക്കി, എടാ നിൽക്ക്. ബ്ലാക്കി, എടാ നിൽക്കാനവിടെ. ചേട്ടാ, ചേട്ടാ. എന്താടി? എന്റെ ഷട്ടിൽ മേടിച്ചതാ. ബ്ലാക്കി, കമോൺ കമോൺ കമോൺ. നിനക്ക് എന്തിനാണ് ഷട്ടില്? Come on, stop. Up, up, up. Stop. Up. Catch. എടുക്ക. എടുക്കടാ. Stop. Come on. Come on, come on, come on, come on. മതിടാ കളിച്ചു, ഡാഡി വരുന്നു. യമുനെ, മതി കളിച്ചു, ഡാഡി വരുന്നു. വാ. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഞാൻ എപ്പോഴാ വന്നേ? കുറച്ച് സമയമായി. എന്താ ഡാഡി, അടുത്ത ആഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്. ഡാഡിയോട് അനുവാദം ചോദിക്കാനാ രാജൻ വന്നത്. എവിടേക്കാ ടൂറ്? മലമ്പുഴയിലും നെല്ലിയാമ്പതിയിലുമാണ്. ഇനി ഒരാഴ്ച ഉണ്ടല്ലോ മോനെ. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു? ആരൊക്കെയോ ഫോൺ ചെയ്തിരുന്നു, അമ്മയെ അറ്റൻഡ് ചെയ്തത്. ബ്ലാക്കി,
എടാ പൊന്നച്ച, നേരം വെളുക്കുന്നവരെ കുത്തിയിരുന്നിട്ട് ഒരു കേസ് പോലും പിടിക്കാൻ പറ്റില്ല. പ്രതാപ് സാർ ഇവിടെ വന്നേ പിന്നെ കഞ്ചാവിന്റെയും ചന്ദനത്തടിയുടെയും പണി ചെയ്യുന്നവരൊക്കെ പണി നിർത്തി. അവര് പണി തുടങ്ങിയാലല്ലേ നമ്മുടെ പോക്കറ്റിൽ ശകലം ചില്ലറ വീഴൂ. ഒന്ന് പതുക്കെ പറ. അയാളുടെ കാതി വീണ തൊപ്പിയും ഊരി ചൊറിഞ്ഞോണ്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. ദോ, ദോ. ഏത് സിനിമാക്കാരുടെ വണ്ടിയാ? എവന്റെ വണ്ടിയായിരുന്നാലും എന്താ, ചെക്ക് ചെയ്തിട്ടേ വിടുന്നുള്ളൂ. വാ. ആ നിർത്ത്, നിർത്ത്, നിർത്ത്. ആ വാ 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 വാ. എല്ലാരും പുറത്തിറങ്ങിക്കേ, വണ്ടിയൊക്കെ ഒന്ന് പരിശോധിക്കണം. സാറേ, ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്നതാ. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതെ വിട്ടയക്കണം. എടോ, സ്റ്റേറ്റ് കാണണമെങ്കിലും പിടിക്കണമെന്നാ DSPയുടെ ഉത്തരവ്. അങ്ങേര് പിടിക്കാൻ പറയും, കുറെ കഴിയുമ്പോ മുകളിൽ നിന്ന് വിടാൻ പറയും. നിങ്ങൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്? വീടു അങ്കിൾ, ഇതെല്ലാം കെട്ടിവെച്ചിറക്കുന്ന ബുദ്ധിമുട്ടാ. വീടു അങ്കിൾ. സിനിമാക്കാര് ഭാഗ്യം ചെയ്തവരാ. ഞങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട്. എടോ, ആര് കൈകാണിച്ചാൽ നിർത്തുന്ന വിട്ടേര്. വിട്ടോ 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 വിട്ടോ. അയ്യോ, ഈ സിനിമ നടികൾ നല്ലവരാ. അപ്പോഴേ തങ്കപ്പാ, നേരെ ഗോഡൌണിലേക്ക് പോയിക്കോ. ഞാൻ സ്വപ്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നേക്കാം. റൈറ്റ് 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 വിട്ടോ. എടാ, വണ്ടി എങ്ങാനും പരിശോധിച്ചിരുന്നെങ്കിൽ 4 ലക്ഷം രൂപയുടെ സ്പിരിറ്റും നമ്മളും അകത്തായേനെ. അതൊന്നും പറയാതിരിക്കാ ഭേദം. എന്റെ നെഞ്ച് ഇപ്പോഴും പടപടാകടിക്കുന്നു. ആ സ്വപ്നയും പെമ്പിള്ളേരും ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എടാ, ഇനി വണ്ടി എങ്ങാനും തടഞ്ഞാ കേറ്റി ഇറക്കിയേക്കണം കേട്ടോ. ഓക്കെ സാർ. പോലീസ് ഒന്നും ചെയ്യരുത് സാർ. ഹലോ, യെസ്. ആ, ഞാൻ പ്രൊഡ്യൂസറുടെ ഭാര്യയാ സംസാരിക്കുന്നത്. നിങ്ങളാരാ? സ്വപ്നയാണ്. പ്രൊഡ്യൂസർക്ക് ഒന്ന് ഫോൺ കൊടുക്കൂ. പ്രൊഡ്യൂസർ ഇവിടെ ഇല്ല. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് പ്രൊഡ്യൂസറോട് പേഴ്സണായിട്ട് സംസാരിക്കണം. ഞാൻ അറിയാത്ത പേഴ്സണലൊന്നും വേണ്ടടി. നീ അഭിനയിക്കാൻ വന്നെങ്കിലേ അഭിനയിച്ചിട്ട് പോ. നിങ്ങൾക്ക് എന്താ ഒരു കൾച്ചറില്ലാത്തത്? നിന്റെ ഒരു കൾച്ചർ. എടി, എന്റെ ഭർത്താവിനെ വലവീശയിലുണ്ടല്ലോ, ചുട്ടുകളയും ഞാൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? നോൺസെൻസ്. വെക്കടി ഫോൺ, ഏരപ്പേ. നീ സ്വപ്നയാണ് ചീത്ത വിളിച്ചത്? ഓ, ഒരു സ്വപ്ന. അവളുടെ പേര് പറഞ്ഞപ്പോ തേനൊലിക്കുന്നല്ലോ. എടി, ഞാൻ ലക്ഷങ്ങൾ മുടിക്കെടുക്കുന്ന പടത്തിന്റെ ഹീറോയിൻ അവൾ. ഹീറോയിൻ പടത്തിൽ മതി, വീട്ടില് വേണ്ട. അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നില്ല, കുഴപ്പം നിങ്ങൾക്ക് കാണിക്കല്ലേ. അത് ശരി. അപ്പൊ നിനക്ക് അത്രയ്ക്ക് വാശിയാണല്ലേ? ഇതാ നോക്ക്, എന്നോടധികം കളിച്ചാൽ അവളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടു താമസിക്കും. പറഞ്ഞേക്കാം. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഒന്ന് പുറത്തു പോ, ഞാൻ ഡ്രസ് ചെയ്യട്ടെ. നിനക്ക് അവൾ അറിഞ്ഞൂടെ സ്വപ്നം? ആ കഴുത്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ദേഷ്യം പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എനിക്കിത് ലൈൻ തരാനേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. അതിന് അവർ കിടന്ന് ചാടുന്ന എന്തിനാ? അവള് പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യം ഇപ്പൊ എനിക്കില്ല. അതൊക്കെ പണ്ട്. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകില്ല എന്ന് വെച്ചാൽ ഞാനങ്ങ് മിണ്ടിയാ മതി, 1000 പേര് പുറകെ വരും. എന്തിനു പറയുന്നത്? എല്ലാം മറന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി. അതുകൊണ്ടല്ലേ എന്റെ പ്രൊഡക്ഷൻ നിന്റെ പേര് തന്നെ വെച്ചത്. നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടാക്കി തരണ്ട. നോക്ക് സ്വപ്നം, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നിനക്ക് വേണ്ടി അവൾ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. നോക്ക്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല.
ഇല്ല ഇവിടെ. അയ്യോ പോയി, ആകെ പോയി മിണ്ടിപ്പോയി കൊല്ലു ഞാൻ. അയ്യോ ആകെ പോയടോ, ആകെ ആപ്പിലായി. ഞാൻ അറിഞ്ഞു. ഓ, ഈ മരത്തലേന് വരാൻ കണ്ട സമയം. അത് മരത്തലയോ? അത് ശരി, അമ്മയ്ക്ക് പ്രസവവേദന, മോൾക്ക് വീണവായന. വളരെ കസ്റ്റഡിയിലുള്ള ഒരു ഭാഗ്യത്തിന് ഇതുവരെ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലേ? അത് രണ്ട് ഈർക്കിലി കയറുമ്പോ പറഞ്ഞോളും. അടുത്ത ഈർക്കിലി ഇവനാ. ആ കണ്ടു നോക്ക്. ഞാൻ അങ്ങോട്ട് പോയി ശരിയാവില്ല. തനിക്കൊന്ന് പോയാലെന്താ? ഞാൻ പോവാനോ? ഞാൻ പോവാനോ? അയാള് വേണമെങ്കിൽ ഇതേ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങളുടെയൊക്കെ മാന്യത രക്ഷിക്കാൻ വേണ്ടി എന്നെ വീട്ടിലാക്കരുത് കേട്ടോ. എടോ ഗോപി, താൻ എന്തിനാണ് പേടിക്കുന്നത്? പേടിക്കാതെ. നമ്മുടെ ബിസിനസ്സിൽ മന്ത്രി ഒരു പാർട്ട്ണർ അല്ലേ? അയാളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നേരെ എടുത്തൊരൊറ്റ ഏറാ കാസർകോട്ടേക്ക്. ആരെ? DSP. ഓ, തന്റെ ഒരു വിവരം മരത്തലയൻ. എടോ, അയാളുടെ ഹോൾഡ് എന്താണെന്ന് എനിക്കറിയാവോ? ഹോൾഡോ? പിടി. ഓ പിടി. മനസ്സിലായില്ല. എന്താ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാഞ്ഞത്? വരാൻ പറ്റിയില്ല. ഒരു കേസുണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെ കിട്ടിയിട്ട്. ഒരു കേസ് പിടിച്ചതിനെ ഇങ്ങോട്ട് മാറ്റിയത്. ഇനി ഈ കേസിന്റെ പേരിൽ എങ്ങോട്ട് മാറ്റുമെന്ന് ദൈവത്തിനറിയാം. എങ്ങോട്ട് മാറ്റിയാലും കേരളത്തിനകത്തായിരിക്കുമല്ലോ. എന്തു വന്നാലും ഈ കേസിന്റെ പിന്നിൽ എത്ര വമ്പന്മാരായാലും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പെൻഷൻ ആകാറായില്ലേ? ഇനി ഇപ്പൊ എത്ര നാളത്തേക്ക് വാശിയൊക്കെ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. പിന്നെ ആരാ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞത്? ഒരേ ആള് തന്നെയാ പല പ്രാവശ്യം വിളിച്ചത്. എത്ര ചോദിച്ചിട്ടും പേര് പറയുന്നില്ല. ഏതായാലും ഇനി വിളിച്ചാലും ഞാനില്ലെന്ന് പറഞ്ഞേക്ക്. മിസ്റ്റർ ദാസ്, നിങ്ങളുടെ ഫീൽഡല്ല എന്റേത്. ഞാൻ ജനപ്രതിനിധിയാണ്, അവരെ സേവിക്കുന്നവനാണ്. നിങ്ങളുടെ എല്ലാ മണ്ടത്തരങ്ങൾക്കും മറുപടിക്കാൻ എനിക്കെങ്ങനെ കഴിയും? സാർ, ഐ അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ സാർ ഈ സമയത്ത് ഒഴിഞ്ഞു മാറിയാൽ എല്ലാം അപകടത്തിലാവും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ആ DSP ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു മാസമേ ആയുള്ളൂ. വീണ്ടും അയാളുടെ പേരിൽ നടപടിയെടുത്താൽ പാർട്ടിയിൽ നിന്നേ എനിക്ക് പുറത്തു പോരേണ്ടി വരും. സാർ എന്തായി പറയുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് മനക്കടല്ലേ നിങ്ങൾ സ്പിരിറ്റ് കേസിലാത്താവുന്നത്? തല്ലുകൊണ്ട് എല്ലൊടിയുമ്പോൾ ആ ഡ്രൈവർ സത്യം പറഞ്ഞു വരും. That also is a fact. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല സാർ. അറിയില്ലേ? ഒന്നും അറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറ, ആർക്കു വേണ്ടിയാണ് നീ സ്പിരിറ്റ് നടത്തിയത്? ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ്. സത്യം പറയാൻ നീ ഒന്നും ഇവിടുന്ന് ജീവൻ കൊണ്ടുപോകില്ല. എനിക്കറിയില്ല സാർ, ഞാൻ പാവമാണ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. മംഗലശ്ശേരി. ഗുഡ് മോർണിംഗ് സാർ. ഹൗ ആർ യു മിസ്റ്റർ പ്രതാപ്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെപ്പോലെ കഴിവുള്ള ഓഫീസേഴ്സിനെ എനിക്ക് എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്റെ ഒരു ശീലമായി പോയി അത്. ആ റേഞ്ച് എന്നും ഒരു തലവേദന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ അവിടെ ഇട്ടത്. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട കേട്ടോ. ബി ആബ്സല്യൂട്ട്ലി സ്ട്രിക്റ്റ്. പിന്നെ പുതിയ ഏരിയയിലെ താമസം ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായോ? ഭാര്യയുടെ ഇഷ്ടമനുസരിച്ചല്ലല്ലോ സാർ ഞാൻ ജോലി നോക്കുന്നത്. എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് തമാശയാണല്ലോ. പിന്നെ ഞാൻ വിളിച്ചത് ഒരു സ്വകാര്യം പറയാനാ. എന്താണ് സാർ? വാട്ട്സ് ഹിസ് നെയിം? സ്വപ്ന പ്രൊഡക്ഷൻസിന്റെ വണ്ടിയിലെ അവരുടെ വിരോധികളാരോ സ്പിരിറ്റ് ഒളിച്ചു വെച്ചെന്നോ നിങ്ങൾ പിടികൂടിയെന്നോ ഒക്കെ കേട്ടല്ലോ. ഇസ് ദാറ്റ് ട്രൂ? അല്ല സാർ, സാർ അറിഞ്ഞിരിക്കുന്ന വിവരം തെറ്റാണ്. ഡ്രൈവർമാർ മൊഴി തന്നിരിക്കുന്നത് അവർ തന്നെ കടത്തിക്കൊണ്ട് വന്നു എന്നാണ്. മിസ്റ്റർ പ്രതാപ്, നിങ്ങളെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. യു ആർ ഗോയിങ് ടു റിട്ടയർ വിതിൻ 2 or 3 years അല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്തിനാ പുതിയ ശത്രുക്കളേക്ക് ഉണ്ടാക്കുന്നത്? സാർ, ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ എന്നേക്കാൾ അന്തസ് സാറിനാണ്. അതെനിക്കറിയാം. പക്ഷെ ഈ കാര്യത്തിൽ മിസ്റ്റർ പ്രതാപ് അല്പം വിട്ടുവീഴ്ച കാണിക്കുന്നത് നല്ലതാ. ഓഫ് കോഴ്സ് ഇത് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സാർ, ഈ കേസിന് എവിടുന്ന് സമ്മർദ്ദം ഉണ്ടായാലും ഞാൻ വഴങ്ങില്ല. ഓഹോ, അങ്ങനെയാണോ? ഇസ് ദാറ്റ് യുവർ ഫൈനൽ ഡിസിഷൻ? അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. മിസ്റ്റർ അയാൾ എന്താ പറയുന്നത്? അടുക്കുന്നില്ല. എങ്കിൽ അയാൾ എങ്ങോട്ടെങ്കിലും തട്ടണം സാർ, ഇല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഫോർ ഗോഡ് സേക്ക്, സിനിമ എടുക്കുന്ന പോലെയല്ല നാട് ഭരിക്കുന്നത്. വൈ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി കാണണം. എന്ത് വഴി? എനിവേ, യു ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ. ആ കനകദാസിനെയും ഗോപിയും ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഓക്കെ? രാഘകാരത്തിന് മുമ്പ് തിരിച്ചോളൂ. പോയിട്ട് വരാമേ. രാജ, ക്യാമ്പിലെത്തിലൂടെ വിളിക്കണേ. വിളിക്കാൻ ആന്റി.
ഞാനിവരെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് അവിടുന്ന് വിളിക്കണോ? ഓടോ അവിടുന്ന്. അമ്മേ ബൈ. യെസ്. ആ പെട്ടിയെട്. നമസ്കാരം. നമസ്കാരം. ആരാ? ഇരിക്കാം. ഞങ്ങളൊരു സങ്കടം ബോധിപ്പിക്കാൻ വന്നതാ. അയ്യോ, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത്. അമ്മ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വാശി പിടിക്കുന്നത് നല്ലതല്ല. Yes, that is correct. അദ്ദേഹത്തിന് പ്രൊമോഷൻ വേണോ, മകൻ ഉദ്യോഗം വേണോ, മകൾക്ക് കല്യാണം വേണോ, എല്ലാം ഞങ്ങൾ നടത്തി തരാം. ഓക്കെ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൊച്ചു വയറ്റില് വേദനക്കാരന് വേണ്ടി അല്ലട ഗോപി, ഞാനൊരു ഇച്ചിരി സ്പിരിറ്റ് വാങ്ങി വണ്ടി വെച്ചിരുന്നു. അതെ അത് സാറ് ആ 30 ബാരം സ്പിരിറ്റ് പിടിക്കുമെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അയ്യോ, സ്പിരിറ്റ് വളരെ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം വെള്ളമല്ലായിരുന്നു. ഏതായാലും അമ്മ ഈ പണം എടുത്തോണ്ട് എടുക്കണോ? എടുക്കാൻ എടുക്കണമെങ്കിൽ എടുക്കാം. നിങ്ങൾ വാശി പിടിക്കാതിരുന്നാൽ മൊത്തത്തിൽ നന്നായിരിക്കും. പ്രശ്നമില്ലാതെ ഒതുക്കാം. ചില്ലറ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇവിടുന്ന് പോകണം. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റാ. അയ്യോ, ഞങ്ങൾക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സമയം നോക്കി ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്ന കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. ഈ സൈസ് പാർട്ടിയാ, കണ്ണും തലയും കണ്ടറിയാൻ പാടില്ലേ. 21 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ 11 കൊലക്കേസിലെ പ്രതിയായിരിക്കുന്നേ. ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. നിങ്ങൾ പണം വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ ആളുകളെ റിലീസ് ചെയ്തില്ലെങ്കിൽ ഒന്നിനെ ഞങ്ങൾ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. അയ്യോ, അത് അധികം വരുന്നുണ്ട്. നിങ്ങൾ ഞാൻ പോകാൻ നോക്കേ. അയ്യോ, അതെ, ഞങ്ങൾ ഏതായാലും പെട്ടു. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കേട്ടോ. ദൈവത്തെ നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങള്? എന്താ ഇവിടെ? അവര് മോനെ കാണാൻ വന്നതാ. ഏതോ മ്യൂസിക് പ്രോഗ്രാം ഉണ്ടെന്നോ ഗിത്താർ വായിക്കണമെന്നോ. എന്നിട്ട് അവൻ പുറത്തു പോയിരിക്കാ. നിങ്ങൾ നാളെ മറ്റോ വാ, അവന്റെ അടുത്ത് വിവരം പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ സാർ, ഓക്കെ സാർ. പെട്ടിയറാ അമ്മാതെ ചെയ്ത ഉപകാരം വിട്ടോ വിടാ. പിന്നെ ആ ഇന്നെന്താ എന്റെ ശ്രീമതിക്കൊരു പിന്നെ ഒന്നുമില്ല. ഇപ്പൊ വന്നവര് അവര് മോന്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല. ആണെന്ന് നീയല്ലേ പറഞ്ഞത്? അവരെന്നെ കൊണ്ട് പറയിച്ചതാ. പറയിച്ചതോ? എന്തുകൊണ്ട് നീ അപ്പ പറഞ്ഞില്ല? അവര് നമ്മുടെ മക്കളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോ അത് പേടിച്ച് നീ എന്നോട് കള്ളം പറഞ്ഞു. നിങ്ങൾ സ്പിരിറ്റ് പിടിച്ചെന്നോ അവരുടെ ആൾക്കാരെ പിടിച്ചെന്നോ? 2-3 ദിവസമായി ഞാൻ ഊണും ഉറക്കവുമില്ല തെരഞ്ഞു കിടന്ന റാസ്കൽസിനെയാണ് കയ്യിൽ കിട്ടിയിട്ട് വിട്ട് കളഞ്ഞത്. ഊണും ഉറക്കവും കളഞ്ഞുള്ള ഈ ഉദ്യോഗം മതിയാക്കുന്ന എന്ന് മുതൽ പറയുന്നതാ. കേൾക്കുന്നുണ്ടോ? അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾക്ക് ഉദ്യോഗമാ വലുത്, പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞുങ്ങള്. അതിനുവേണ്ടി യുവമാരുടെ ഒക്കെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുന്ന പ്രശ്നമില്ല. എനിക്ക് അവര് നിങ്ങളുടെ ഉദ്യോഗം വലുതല്ല. നിങ്ങളും എന്റെ കുഞ്ഞുങ്ങളുമാ. എനിക്ക് പേടിയായിട്ടാ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ക്ലൈമാക്സ് ഇവിടെ മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. ഈ കണ്ണീര് മതി, നീ പേടിക്കണ്ട. നമുക്കൊന്നും സംഭവിക്കില്ല. വെറുമൊരു പോലീസുകാരന്റെ പിടിവാശി കൊണ്ട് എന്റെ കസേര പോകാന്ന് വെച്ചാൽ CM പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. കസേര പോണെങ്കിൽ പോട്ടെ, വേറെ ഒന്ന് കൊണ്ടുവരാമല്ലോ. എങ്ങനെ? കക്ഷി മാറണം. എടോ വിഡ്ഢിത്തരം പറയാതോ മരത്തലയൻ. അത് ശരി, എന്റെ തല മരമായതുകൊണ്ടാണല്ലോ ആ DSP മുമ്പിൽ ഞാൻ ഊരിയത്. പിന്നെ ഒരുപാട് ഊരി. എടോ നമ്മുടെ ആൾക്കാർ ജയിലിൽ നിന്ന് രക്ഷിക്കണം. അത് ശരി, എല്ലാവരും കൂടി രക്ഷിക്കാൻ പറഞ്ഞു വിട്ടല്ലോ. ആ പണ്ടാരക്കാലിന്റെ വായന ഞാൻ ഊരിയത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ AC മാരുതി കാറ് എന്താ പിടിച്ചില്ലേ? 185 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ല. മിസ്റ്റർ ദാസ്,
നിങ്ങളുടെ ആളുകൾ മിസ്റ്റർ പ്രതാപ് വർമ്മയുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം മിസ്റ്റർ വർമ്മ നിങ്ങളുടെ കൈകൊണ്ടായാലോ? ഗോപി, DSPയുടെ മകന്റെ കാറാ വരുന്നത്. നമ്മുടെ കാർ ബ്രേക്ക് ഡൗൺ ആണെന്ന് പറയാ. ഏതെങ്കിലും ഗ്യാരേജിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കയറി പറ്റിക്കോ. ശരി, Good luck. ഞാൻ ഏറ്റു. യെസ്, DSP സർ, നിങ്ങളുടെ മകൻ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അതറിയണ്ട. നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ആൾക്കാരെയും കൊണ്ട് ആ കരിങ്കൽ മണക്കെടുത്ത് വരിക. നിങ്ങൾ ഒറ്റയ്ക്ക് മകനെ തിരിച്ചു കിട്ടണമെങ്കിൽ മാത്രം. ഹലോ ഹലോ, ആരാ സാർ ഫോൺ ചെയ്തത്? ആ, എന്താ സാർ? ഹലോ സാർ, വീട്ടിൽ ഹലോ, ഞാനാണ്. മോഹൻ ഇതുവരെ വന്നിട്ടില്ല. ഏതോ കൂട്ടുകാരനെ കാണാനെന്ന് പറഞ്ഞ് പോയതാണ്. അവനങ്ങ് വരും, നീ പേടിക്കൊന്നും വേണ്ട. എങ്ങനെയാ പേടിക്കാതിരിക്കുക? നമ്മുടെ കുടുംബം തന്നെ തകർത്ത് കളയുമെന്നും പറഞ്ഞ് എപ്പോഴും ആരോ ഫോൺ ചെയ്തു. ഭീഷണിയൊന്നും നമുക്ക് തരികയല്ലോ. എനിക്കാകെ ഭയമാകുന്നു. നിങ്ങളൊന്ന് വരൂ. വരാം, ഞാൻ അവനെ ഒന്ന് അന്വേഷിക്കട്ടെ. നീ സമാധാനമായിട്ടിരിക്കെ, അവൻ വന്നോളൂ. ആ സർ, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്. ആരൊക്കെ വന്നാലും ഈ ലോക്കപ്പിലുള്ളവരെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇല്ല സർ. നിനക്ക് എന്ത് പറ്റി മോനെ? അച്ഛന്റെ ശത്രുക്കൾ എന്നെ കടത്തിക്കൊണ്ട് പോയമേ. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാ. അച്ഛനൊന്ന് വിളിക്കണം. അച്ഛൻ നിന്നെ തേടി പോയിരിക്കുക. എന്നെ തേടിയാ? അച്ഛൻ അവിടെ ചെന്നാൽ അപകടമാണേ. ഞാനിപ്പോ വന്നേക്കാം. മിസ്റ്റർ പ്രതാപ് വർമ്മ, മകനെ വേണമായിരിക്കും അല്ലേ? ഞങ്ങളുടെ ആളുകളെവിടെ? DSP സാർ, അവരെ വിട്ടുതരുന്നോ ഇല്ലയോ? മിസ്റ്റർ വർമ്മ, എന്തിനാ ഈ അടിയും പിടിയൊക്കെ? നീ ആയിരുന്നു ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാമായിരുന്നടാ. ആരാ പറയുന്നതെന്ന് അറിയാമല്ലോ. നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നവരെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു വിലയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുമായി അടിയുണ്ടാക്കേണ്ട വേഷമല്ലിത്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ കഷ്ടപ്പെടാനും പാടില്ല. മന്ത്രിയാണത്രേ,
ജനങ്ങളെ സേവിക്കുന്നവൻ. നാണമില്ലടാ നിനക്കൊക്കെ. God bless you, Mr. Verma. പാവം പരാക്രമിയായ DSP പ്രതാപ്. Take him away. എടുത്ത് രണ്ടിനെയും കാറിൽ കയറ്റാൻ പറ. അതെന്തിന്? എടോ മരത്തലെ കാറപകടം. മേജർ ആക്സിഡന്റ്. DSPയുടെയും മോന്റെയും അപകടമരണം ആഘോഷിക്കാനും നിങ്ങൾ എന്നെ ഉപയോഗിച്ചു. എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാനാരാ? വേറൊരു ആയുധം. എന്താ സ്വപ്ന ഇത്? നമ്മളൊരു ഗ്രൂപ്പ് അല്ലേ? ഓ, ഗ്രൂപ്പ്. ഞാൻ ഇതെന്നോടി കേൾക്കുന്നതാ. മതി പറഞ്ഞത്. എനിക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. നീ എന്തെങ്ങനെ രണ്ടായിട്ട് കാണുന്നത്? നമ്മുടെ ബിസിനസ്സിൽ എന്റെ ഷെയർ കൂടി നിനക്കുള്ളതല്ലേ? നീ ഒരുത്തിന്റെ അടുത്തും ചോദിക്കണ്ട. അവളുടെ ഒരു പരിഭവം കണ്ടില്ലേ? ഒരറ്റം. മോളെ, എന്താ മോളെ നോക്കുന്നത്? അമ്മേ, അതാ ചേട്ടൻ.
എന്നെ മോള് കഴിഞ്ഞതൊന്നും ഓർക്കണ്ട. മോള് കിടന്ന് ഉറങ്ങിക്കോളൂ. ബ്ലാക്കി, ബ്ലാക്കി, അതാ ചേട്ടൻ വന്നടാ. ബ്ലാക്കി, ചേട്ടൻ. മോളെ, മോളെ. എന്താ ആന്റി? വീണ്ടും ബഹളമോ മോനെ? ഇപ്പൊ ഒന്ന് മയങ്ങിക്കിടക്കുക. എനിക്കൊരു സമാധാനമില്ല ഡോക്ടർ. സാരമില്ല, തൽക്കാലം ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ശരിക്കും ഉറങ്ങി കഴിയുമ്പോൾ നോർമലായേക്കും. ഏതായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ബെറ്ററാണ്. മെന്റൽ ഷോക്കാണ്, മറ്റൊന്നുമില്ല. നമസ്കാരം. പേര് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഓപ്പൺ ആയിട്ട് കൊണ്ടുവരരുത്. കുടിക്കാൻ നോ ഒന്നും വേണ്ട. എന്തെങ്കിലും കുടിച്ചു പോയാൽ പിന്നെ നോൺ സ്റ്റോപ്പാ. നിങ്ങളുടെ പ്രൊഡ്യൂസർ എവിടെ? അയാൾ സ്വപ്നയുടെ വീട്ടിൽ കാണും. അയാൾക്ക് എപ്പോഴും സ്വപ്നക്കാരടിക്കണമല്ലോ. That's it. He's a very cunning man. അതെ, അയാൾ കള്ളനൊന്നുമല്ല. ഇപ്പോഴത്തേക്ക് ഏതായാലും നമ്മൾ രക്ഷപ്പെട്ടു. അവിടുത്തെ ഒരു പിടികൊണ്ട്. മിസ്റ്റർ കനകദാസ്, ഓക്കെ, എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ആരും പിടിക്കാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ മനസമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ? ഷെയർ കിട്ടിയവരെല്ലാം ആ DSPയുടെ കല്ലറയുടെ മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഈ കാശെടുത്ത് ചെലവാക്കാവൂ. ബ്ലാക്കി, ബ്ലാക്കി, ബ്ലാക്കി.
എന്താ സ്വപ്ന ഇത്? നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് ചൂടായ? ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ലേ? ഞാൻ അങ്ങോട്ട് ഇറങ്ങാതിരിക്കുമ്പോഴാണ് നിന്റെ ഫോൺ വന്നത്. പിന്നെ നമ്മുടെ പുതിയ പടം റിലീസായാൽ നിന്നെ പിടിച്ച കിട്ടുമോ? ഞാൻ ഈ കോൾ ഷീറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ലേ? നിന്റെ ക്യാരക്ടറിൽ പടം നിൽക്കുന്നത് നിന്നെ അല്ലാതെ പിന്നെ ആരെ പുന്നാരിക്കാനാ? എല്ലാം ഈ വർത്തമാനത്തിന് മതി. നിങ്ങളുടെ ബിസിനസിന് ഞാൻ ഇങ്ങനെയല്ലേ സഹായിച്ചതാ. ഞാനില്ലായിരുന്നെങ്കിൽ ആ DSP മോനെയും കടത്തിക്കൊണ്ടുവന്ന് ഒരുമിച്ച് കൊല്ലാൻ കഴിയുമായിരുന്നോ? എന്നിട്ട് ലാഭം മുഴുവൻ നിങ്ങൾ 3 പേരും കൂടി വീട്ടിലെടുത്തു അല്ലേ? ഓ, ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും ആരും എനിക്ക് പറഞ്ഞു തരണ്ട. ആർക്ക് എപ്പോ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടി ഒരു ബംഗ്ലാവിനെ വാങ്ങിയിട്ടിരിക്കല്ലേ? ഓ, അവളുടെ ഒരു പരിഭവം. ആ, ഏതായാലും ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരും. നിങ്ങൾ ഇപ്പൊ തന്നെ വരുമോ? ഓക്കെ, ബൈ. എവിടെ പോകുന്നു? എന്ത് വേണം? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എവിടെ പോകുന്നു എന്ന് എനിക്കറിയണം. പറയാൻ മനസ്സില്ല. നിങ്ങൾ പറയണ്ട, എല്ലാം എനിക്കറിയാം. നിങ്ങൾ അവൾക്ക് ബംഗ്ലാവ് വാങ്ങിക്കൊടുത്ത് താമസിപ്പിക്കാൻ പോവല്ലേ? ബംഗ്ലാവ്? ആർക്ക്? എല്ലാം ഞാൻ കേട്ടു. ഇനി വിളിച്ചാലൊന്നും വേണ്ട. കേട്ടെങ്കിൽ അത് ശരിയാ. നിങ്ങളത് ചെയ്യുന്ന ദിവസം നിങ്ങളെ അവളെ ഞാൻ ജയിലിൽ കയറ്റും. സരളേ, ആ DSP മോനെ നിങ്ങളെല്ലാം ചേർന്ന് കൊന്നല്ലേ? മഹേശ്വരിയമ്മ വിഷമിക്കണ്ട. ഇതിനേക്കാൾ വലിയ കേസുകൾ നോക്കിയിട്ടുണ്ട്. എനിക്കിനി അവൾ മാത്രമേ ഉള്ളൂ. സമാധാനമായിരിക്കൂ, എല്ലാം ശരിയാവും. മിസ്റ്റർ രാജൻ, പ്ലീസ് കം. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താലോ ഡോക്ടർ? അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആ കുട്ടിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് മുറിക്കാതെ തടച്ചിടരുത്. പുറത്തേക്കെല്ലാം ഒന്ന് കൊണ്ടുപോകണം. ഐ മീൻ, പഴയ കാര്യങ്ങൾ ഓർക്കുന്ന മാതിരിയോ മിസ്റ്റർ രാജൻ വിചാരിച്ചാൽ നടക്കൂ. അച്ഛന്റെയും ചേട്ടന്റെയും പെട്ടെന്നുള്ള വേർപാട് ആ കുട്ടിയെ തളർത്തി കളഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ഡോണ്ട് വറി. ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടോ മോളെ? മോളെ കണ്ണു തുറക്കും മോളെ. യമുനെ മോളെ, അമ്മേ എനിക്ക് മോളെ.
എന്തിനാ എന്റെ സാരിയും ബ്ലൗസ് അഴിച്ചു പറ്റിയത്? എല്ലാം ചെയ്തത് നീയല്ലേ? ഞാനോ? അമ്മേ. വിടരേണം എന്നെന്നും ഇതുപോലെ ശശിലേഖ നീ എൻ്റെ നഭസിൽ, ശശിലേഖ നീ എൻ്റെ നഭസിൽ. അപ്പൊ നാളെ പുതിയ ബംഗ്ലാവിൽ, പുതിയ ബെഡ്റൂമിൽ, പുതിയ രാത്രി. ഈ ഒരു വിചാരമുള്ളൂ. മണി എത്രയെന്നറിയോ? എത്രയെങ്കിലും ആവട്ടെ. നാളെ ഗൃഹപ്രവേശമില്ലേ? രാവിലെ എഴുന്നേക്കണ്ടതാ. നാളത്തെ കാര്യം നാളെയല്ലേ? ഓ, അത് പിന്നെ പറയണോ? ആയിരിക്കും. താങ്ക് യു. നമ്മുടെ കണ്ണൂരാൻ്റെ അളിയനെ ഭാര്യയും കണ്ടില്ലല്ലോ. വരുന്നു. നമസ്കാരം. അങ്ങോട്ടിരിക്കും. നമുക്ക് വേറെ പോയി നോക്കാം. How is this? Very nice. വരും, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് തന്റെ മേക്കപ്പ് റൂം. Really beautiful. വരും. ഇത് നമ്മുടെ മുറി. മോളെ, 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 രാജാ, രാജാ, ഇവനെ കാണുന്നില്ല. അവളവിടെ പോവാനാ? ആൻറ്റി വിളിക്കാതെ, അവളിവിടെ നിന്ന് കാണും. അയ്യോ, ഹായ്. എന്താ പേര്? ചാരു. ചാരുലത. അല്ല, ഇതുവരെ എത്ര പേരുടെ മേല് ചാരിയിട്ടുണ്ട്? അല്ല, എന്താ പറഞ്ഞേ? അല്ല, വയസ്സെത്രന്ന് ചോദിക്കുക. ഓ, 17 കഴിഞ്ഞ് ഒരു 6 മാസം കൂടെ ആയി. 6 മാസം, ഒരു 10 മാസമെങ്കിലും അയക്കാണെന്ന് പറ. അപ്പോഴേ ഇങ്ങോട്ട് നോക്കിയാ, ഞാനേ ഗർഭിണികൾക്ക് വേണ്ടിയിട്ടല്ല പരസ്യം കൊടുത്തത്, അറിയാവോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യും? അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു? മനസ്സിലായോ? ആ പയ്യന്റെ അച്ഛനല്ലേ? ആ പയ്യന്റെ അച്ഛൻ നിന്റെ തന്ത. ഞാനാ. പൊടി പൊടി. ചേട്ടാ, ചേട്ടനോ? എന്നെ ഇഷ്ടമായില്ലേ? എന്തോന്ന് ഇഷ്ടമാവാ? ഉപ്പും ചാക്ക് ഏറ്റി വെച്ചതുപോലെ എന്റെ അമ്മോ. അയ്യോ, പെണ്ണൂര് ആരായാലും ശരി എനിക്ക് കാണണ്ട. എനിക്ക് കാണണ്ട. ആരായാലും ശരി എനിക്ക് കാണണ്ട. മതി മതി. ഒന്ന് നോക്കൂ. ആരായാലും ശരി, ഞാൻ നിർത്തി. അയ്യോ, എനിക്ക് പെണ്ണും വേണ്ട മണ്ണും വേണ്ടേ. അയ്യോ,
ഇരിക്കൂ. എന്താ പേര്? അംബുജം. അംബുജം. എനിക്കിഷ്ടമായി. എനിക്കും ഇഷ്ടായി. താങ്ക് യു. സെലക്ഷൻ കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പൊക്കോളാൻ പറ കേട്ടോ. ഞാനൊരു വലിയ വീട്ടിലെ കുട്ടിയാ. എന്നെ വിവാഹം കഴിക്കാൻ സാറിന് യോഗ്യത ഉണ്ടോന്ന് അറിയണ്ടേ? എന്റെ യോഗ്യത അറിയണമെങ്കിൽ എന്റെ ബെഡ്റൂമിലോട്ട് വരണം. അല്ല, ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ല. അംബുജത്തിന് എന്റെ സമ്പാദ്യങ്ങൾ കാണണമെങ്കിൽ എന്റെ ബെഡ്റൂമിലോട്ട് വരണം. അതാ, വരൂ. ഓക്കെ, വരൂ. എന്തിനാ വാതിലടയ്ക്കുന്നേ? എന്റെ സമ്പാദ്യങ്ങൾ മറ്റു വല്ലരും കണ്ടാൽ ഇൻകം ടാക്സുകാർക്ക് അറിവ് കൊടുക്കും, അതുകൊണ്ടാ. കള്ളി. ബിസ്ക്കറ്റ്സ് ആൻഡ് നോട്ട്സ്. അപ്പോഴോ എന്നെ കല്യാണം കഴിച്ചാൽ ഇത് മുഴുവൻ നിനക്കുള്ളതാ. ഇതൊക്കെ എവിടുന്ന് സംഭവിച്ചതാ? അത് ഈ സ്പിരിറ്റ് ആയി. അയ്യോ, അത് പറഞ്ഞാൽ ഞാൻ തൂക്കുമരത്തിൽ കയറേണ്ടി വരും. എന്നോട് പറഞ്ഞൂടെ? അംബുജമായതുകൊണ്ട് ഞാൻ തുറന്ന് പറയാം, പക്ഷെ ആരോടും പറയരുത്. സ്പിരിറ്റ് കച്ചവടം കൊണ്ട് സമ്പാദിച്ച ഞാനിതെല്ലാം. മിടുക്കൻ. നിങ്ങളുടെ സ്പിരിറ്റാണോ ആ DSP പിടിച്ചത്? അതെ, അവനെ അവന്റെ മോനെ ഞങ്ങൾ ഒരുമിച്ച് തട്ടി. എനിക്ക് പണത്തിനേക്കാൾ ഇഷ്ടം കലയോടാ. എന്റെ കല സ്പിരിറ്റ് കച്ചവടമാ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ചേട്ടാ. അതിനെന്തോ, നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞ് അമ്പുജത്തെ സിനിമയിൽ എടുപ്പിക്കാവല്ലോ. അയാൾ ഇപ്പൊ എടുക്കുന്ന പടത്തിൽ നിന്ന് സ്വപ്നെ മാറ്റിയിട്ട് എന്നെ ഇടാൻ പറയണം. അയ്യോ, അത് മാത്രം അയാൾ ചെയ്യില്ല. എങ്കിൽ നമ്മുടെ കല്യാണം നടക്കില്ല. അയ്യോ, ചതിക്കല്ലേ അംബുജം. ഞാനേ എങ്കിൽ ഞാൻ പറയുന്ന പോലെ അയാൾക്കൊരു എഴുത്തുതാ. എന്തു വേണമെങ്കിലും ഞാൻ എഴുതി തരാം. എനിക്ക് എന്നെ അമ്പുജത്തെ കിട്ടിയാൽ അമ്പു. ബിഗിനിങ് സിംഗല്ലേ മാസ്റ്റർ? വൺ മോർ ടേക്ക്. ഓക്കെ ഓക്കെ. ആ, വണ്ണം എടുക്കാം. ആ. ഓക്കെ മാഷ്. ഓക്കെ. ആർക്കടെ ജ്യൂസ്? അത് അമ്മ വാങ്ങിയതാ, സ്വപ്നമ്മ. ഓ, നീ പോയി അയാളോട് പാട്ട് ഇന്ന് തന്നെ തീർക്കണമെന്ന് പറഞ്ഞു. ശരി സർ. പിന്നെ ഉച്ചയ്ക്ക് വെയിച്ചോറും ശപ്പടം മതി. ശരി. 3-4 ചിക്കൻ വാങ്ങിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അഭിപൻസ് കൂടെ. ഭ്രാന്തുണ്ടോ? സാർ ബാക്കിയോട് വായിക്കണം.
മരത്തലയും കനകദാസ് കൊടുത്തയച്ച് കത്താണെന്നേ. നിന്നെ ഞാൻ ഇല്ല ആന്റി, ഞാൻ അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ല. അവളുടെ ഫ്രണ്ട്സിന്റെ വീടൊന്നും തേടി ഒരു വിവരമില്ല. എന്റെ ദൈവമേ, എന്റെ മോൾക്കൊരാപത്തും വരുത്തരുത്. യമുനെ, മോളെ. ആന്റി, ഇത് കണ്ടോ? ഇത് മോളുടെ കൺമുടിയാണല്ലോ. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കാണേണ്ടി വരുന്നത്? ആന്റി, മോഹൻ റൂം പൂട്ടിയിരിക്കല്ലേ? അതെ മോനെ. അവിടെ നടന്നു ഗിത്താറിന്റെ ശബ്ദം കേൾക്കുന്നത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആന്റി. അവൾക്ക് ബാക്കി കണ്ണെടുത്താ കണ്ടുകൂടാത്തതാ. ഇത്ര വായിക്കാൻ അറിയാനും പാടില്ല. ഒന്നും മനസ്സിലാകുന്നില്ല ആന്റി.
ഞാൻ നല്ല സ്വപ്നം കണ്ട സമയത്താണ് നിന്റെ പ്രൊഡ്യൂസർക്ക് വരാൻ കണ്ട സമയം അയ്യോ 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 ഇത് അയ്യോ 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 പോയി പോയി എല്ലാം പോയി, എല്ലാം നശിച്ച് പണ്ടാരടങ്ങി പോട്ടെ. പോട്ടെ പുള്ളി, എന്ത് പണിയും പൊക്കോട്ടെ, എന്റെ ജീവിതം തന്നെ പൊക്കോട്ടെ. പ്രശ്നമല്ല എനിക്ക്. എന്തായിരിക്കും പ്രശ്നം? താൻ എന്നെ സ്വപ്നം തമ്മിൽ തെറ്റിക്കാൻ നോക്കണല്ലേ? തനിക്ക് സ്വപ്നം വലുതാണെങ്കിൽ എനിക്ക് അമ്പുജം. അംബുജം എവിടുന്ന് വന്നോടോ ഈ അർബുദം? എല്ലാവരും വരുന്നിടത്തുനിന്ന് തന്നെ. ആ എനിക്ക് അല്പം ഒന്ന് സൂഹിക്കണം. താൻ മാത്രം അങ്ങനെ ഞൊട്ടിയാ പോരാ കേട്ടോ. അംബുജത്തിനെ ഹീറോയിൻ ആക്കിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? താൻ അത്രയ്ക്ക് സ്പീഡിലാണോ? അവളുടെ കാര്യത്തിൽ ഞാൻ അല്പം സ്പീഡ് തന്നെയാ. സ്വപ്ന എന്ന് പറയുമ്പോ തനക്ക് സ്പീഡ് കയറുന്നുണ്ടല്ലോ. എടോ മരത്തലയാ, അവളില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലാൻ തനിക്ക് അറിഞ്ഞൂടെ? എനിക്കിനി ബിസിനസ് വേണ്ട, ഉണ്ടാക്കിയതൊക്കെ മതിയേ. തന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ മന്ത്രിക്കണപ്പനൊന്ന് കാണട്ടെ. കൊണാപ്പനോ? ഇനി മന്ത്രിയല്ല രാജാവ് വന്നാലും ശരി, ഈ കനക ഒരു പേടിയില്ല. ഒന്ന് ഞാൻ പൂജം, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും അകത്തായി കളയും. നോക്കിക്കോ. കാണാം. കാണാം കാണാം. അല്ലടാ, ഞാൻ എവിടുന്നോ ഒരെണ്ണത്തിന് തപ്പിയെടുത്തോണ്ട് വന്നപ്പോ എല്ലാവർക്കും ഒരു കണ്ണുകടി. മണലിട്ട് തിരിഞ്ഞു വെച്ചാ മതി, കടി മാറിക്കോളും. റെയിൽവേ സ്റ്റേഷൻ വിളിക്കാം. കയറിക്കൊള്ളു. അനങ്ങി പോരുത്. നീ എന്നേടാ DSP കൊന്ന ഗോപി. ഞാൻ പറയുന്ന പോലെ എല്ലാം അനുസരിച്ചില്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ തട്ടും. ഇറങ്ങടാ. വെയിലടിക്കടാ. എനിക്കറിയില്ല. സ്വപ്നയുടെ കാർ ഇപ്പൊ ഇതുവഴി വരും. എനിക്ക് നിനക്ക് ലിഫ്റ്റ് ചോദിക്കണം. ചോദിക്കാം. അവളുടെ കാറിൽ കയറിയതിനു ശേഷം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വിട്ടേക്കണം. ശരി. ഹാൻഡ്സ് അപ്പ്. ഈ തോക്കിൽ തെരിയുണ്ടടാ. നിന്നെ ഞാൻ ഇല്ല, എന്നെ കൊല്ലല്ലേ. പറഞ്ഞല്ല ഞാൻ ചെയ്യാം. ആദ്യം പിസ്റ്റൾ അവൾ കാണരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം എടുത്താ മതി. അവൾ വരുന്നുണ്ട്. നീ മറഞ്ഞു നിന്നോ. അവൾ എന്നെ കാണണ്ട. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഗോവിന്ദ ഇവിടെ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. വണ്ടി കേടായി. എന്നെ കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു ഫ്രണ്ടും ഉണ്ട്. കയറിക്കോളൂ. ബോംബെ നിന്ന് വരും. ഞാൻ മര്യാദയ്ക്ക് വണ്ടി എടു. ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ. ആ ഞാൻ പറയുന്നിടത്തേക്ക് വിടും. ഇല്ലെങ്കിൽ രണ്ടിനെയും കൊന്നളയും ഞാൻ. നടക്ക.
നടക്ക് ഗോപി, പിള്ളേ മരത്തി കെട്ടിയിട്. ഇതാ ഞാൻ പറയുന്ന പോലെ ഇവരുടെ പ്രൊഡ്യൂസർക്ക് ഫോൺ ചെയ്യും. എന്ത്? ഇല്ല, പോലീസിൽ അറിയിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വരാം. എന്റെ സ്വപ്നയെ ജീവനോടെ കിട്ടിയാൽ മതി. മതിയടാ, എന്നെ ഉപദ്രവിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. Shut up. സ്വപ്നയെ നിന്നെ ആരെവിടെ കെട്ടിയിട്ടത്? അനങ്ങി പോയത്. ആ കനകദാസന്റെ വാക്ക് കേട്ട് നീയാണ് ഈ കടുങ്ക് ചെയ്തത്. നിന്നെ എത്ര പടത്തിൽ വേണമെങ്കിലും അഭിനന്ദിക്കാം, എത്ര പണം വേണമെങ്കിലും തരാം. എന്റെ സ്വപ്നയെ വിട്ടു തന്നു. വിട്ടുതരാം. അതിനു മുൻപ് പലരുടെയും മരണത്തെ കുറിച്ച് എനിക്കറിയണം. നിന്റെ ഭാര്യ മരിച്ച എങ്ങനെയാണ്? അവൾ ആത്മഹത്യ ചെയ്തു. ആണോടാ? അതെ. ആണോടി? അല്ല, സത്യം നിനക്കറിയാം. പറയടാ, പറയടാ. പറയാം, എല്ലാം ഞാൻ പറയാം. പറയാം, പറയാം, ഞാൻ പറയാം. മണവാളനും മണവാട്ടി. ആരത്? ഞാനടി. നിന്റെ ബംഗ്ലാവിൽ നാളെ ഗൃഹപ്രവേശമാണല്ലേ? അതിന് നിനക്കെന്ത് വേണം? എന്ത് വേണോന്നോ? എടി, എല്ലാം നീ എടുത്തോ. എന്റെ കെട്ടുതാലിയിൽ കൈവച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് വിവാഹം ചെയ്തടേ. വിവാഹം? നിന്നെ എത്ര പേര് വിവാഹം ചെയ്തെന്ന് എല്ലാവർക്കും അറിയാവടി. ആവാസത്തിനും പറയരുത്. എന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ആരുടെ കൂടെ പോയാലും തേവിടിച്ചായ നിന്റെ കൂടെ വരാൻ ഞാൻ സമ്മതിക്കില്ലടി. നിന്റെ ഗൃഹപ്രവേശം ഞാൻ കാണിച്ചു തരാടി. ഹലോ, ഉണ്ടാക്കരുത്. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. ദയവ് ഇതെല്ലാം കാണിച്ചു കൊടുക്കരുത്. പണം ശരിയായിട്ടില്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് രാത്രി നീ എനിക്കൊരു കാര്യം ചെയ്തിട്ടേ പോകാം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ആ സരള എന്നെ തേവിടിച്ചെന്ന് വിളിച്ചു. എന്നേക്കാൾ തേവിടിച്ച അവളാണെന്ന് നീ കാണിച്ചു കൊടുക്കണം. അയാൾ വീട്ടിലെത്തുമ്പോ നീ അവളുടെ ബെഡ്റൂമിലായിരിക്കണം. നിന്നോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞേ? പോളി. വേണ്ട, വേണ്ട ഗോപി, വേണ്ട. എന്റെ അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്. വേണ്ട, വേണ്ട, വേണ്ട ഗോപി, ഗോപി വേണ്ട.
ഇറങ്ങിപ്പോകരുത്. ഞാൻ മാത്രമാണ് ഇതിന് സാക്ഷി. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നീ അറിയണ്ട. ഇത് പുറത്തറിയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. ഇത് ആരോടും പറയില്ലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നാളെയല്ലേ സ്വപ്നയുടെ വീടിന്റെ ഗൃഹപ്രവേശം? അതെ. ഈ രാത്രിയിൽ ആരും അറിയാതെ ഈ ശവം ആ ബംഗ്ലാവിൽ നീ കെട്ടിത്തൂക്കണം. അങ്ങനെ ഞാനാണ് സരളയുടെ ശവം അവിടെ കെട്ടിത്തൂക്കിയത്. എന്റെ ഏച്ചി നടന്നോ? നീ എന്നോട് ചെയ്തു അല്ലടാ? സാർ 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 ഇന്നത്തെ പത്രം വായിച്ചോ? ഇനി കൊണ്ടുവന്നേ. നിങ്ങൾ വായിച്ചോ? അയ്യോ, എന്ത് പേപ്പറാ? ഹിന്ദു. ഇംഗ്ലീഷ് ഞാൻ വായിക്കാറേ ഇല്ല. കേട്ടു. മിസ്റ്റർ കനകദാസ്, അയാൾക്കാരെങ്കിലും ശത്രുക്കളുള്ളതായി നിങ്ങൾക്കറിയാമോ? അയ്യോ, എനിക്കറിഞ്ഞൂടാ. ഇതൊരു അപകടം തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേ, ക്ഷമയ്ക്കൊക്കെ ഒരു അതിരില്ല. മനുഷ്യനെ വാട്ട് ഈസ് ഗുഡ് മോർണിംഗ് സർ. അയ്യേ, ഛേ. അംബുജം, എന്താ ഈ വേഷം? ഞാനല്പം മോഡേൺ ആയി. അംബുജം ഇതുവരെ എവിടെയായിരുന്നു? ഞാനൊരു ടൂറിലായിരുന്നു. കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാൻ ഒരു സ്ഥലത്തും വിടില്ല. കല്യാണം ഇന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഞങ്ങൾക്ക് കുന്നുപുറത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ശരി. അവിടെ വെച്ച് മതി. അയ്യോ, ചേട്ടാ, അയ്യോ, എനിക്ക് ശ്വാസം മുട്ടുന്നു. ടൗണിൽ കല്യാണം കഴിക്കാൻ പോകുന്നു. ചേട്ടാ, അയ്യോ, ശ്വാസം മുട്ടുന്നേ. ഉപ്പുഞ്ഞാക്ക് വരുന്നേ. തോന്നുന്നു. അയ്യോ, വേണ്ട. ഉപ്പുഞ്ഞാക്ക് വരുന്നേ. അയ്യോ, എനിക്ക് ശ്വാസം
ചരിഞ്ഞു ചരിഞ്ഞു അംബുജം ഞാന് ഇങ്ങോട്ട് മാറി നമുക്ക് വൈകുന്നേരം കാണാം അയ്യോ എന്താ ഒരു സ്മെൽ. അതാ അവിടെയാണ് ഗസ്റ്റ് ഹൗസ്. ആ മലയുടെ മുകളിലോ? കൊള്ളാമല്ലോ. അല്ല അമ്പുജം ഈ അല്ല അമ്പു അമ്പു അമ്പുജം അയ്യോ അത്ഭുതം. എല്ലാവരും കൂടി എന്നെ നശിപ്പിച്ചു. അവസാനം അയാൾ എന്നെ കൈവിട്ടുപോയി. മിസ്റ്റർ ദാസിന്റെ മരണം സ്വപ്നിക്കുന്ന പോലെ എനിക്കും ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും എങ്ങനെ പറഞ്ഞാലോ? മിസ് സ്വപ്ന വിഷമിക്കാതിരിക്കും. ടേക്ക് ഇറ്റ് ഈസി. ഇതുവരെ ഞാൻ അഭിനയിച്ച് സമ്പാദിച്ചതെല്ലാം അയാളുടെ കയ്യിലായി പോയി. ഇനി ഞാൻ ആരോട് ചോദിക്കാനാണ്? ഞാൻ പറഞ്ഞില്ലേ മിസ് സ്വപ്ന, എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനില്ലേ? ടേക്ക് ഇറ്റ് ഈസി. ഹലോ, ഉണ്ടല്ലോ, സാറിനാണ്. ഹലോ, കനകദാസ്. ഐ സി. എന്ത് സാർ? കനകദാസ് ഏതോ മലയുടെ മുകളിൽ നിന്ന് വീണ് മരിച്ചത്രേ. സ്വപ്നം പറഞ്ഞ ആ പെണ്ണും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൾ ഓരോരുത്തരെ പിടിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും മാത്രമായി. സാറിനെ എന്നെയാണ് ലക്ഷ്യം. നമ്മൾ പുറത്തിറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. സൂക്ഷിച്ചു തന്നെ ഇറങ്ങിക്കളയാം. പറയില്ല അല്ലേ? അറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. എന്തിനാ മഹേശ്വരി അമ്മയെ കള്ളം പറയുന്നത്? എനിക്കാണെങ്കിൽ മറ്റുള്ളവരെ നുള്ളി നോവിക്കുന്നത് പോലും ഇഷ്ടമല്ല, എസ്പെഷ്യലി ലേഡീസ്. ഒന്നുകൂടി ചോദിക്കടാ, എവിടെയാണ് നിന്റെ മോള്? അയ്യോ, അറിയില്ല, എനിക്കറിയില്ല. ഓക്കേ ഓക്കേ, അറിയില്ല അറിയില്ല. എനിക്കിത് കണ്ടു നിൽക്കാനേ ആകുന്നില്ല. മഹേശ്വരി അമ്മേ, എത്ര പ്രാവശ്യം അവർ ചോദിച്ചു, പറയുന്നതല്ലേ നല്ലത്. എനിവേ, യു ക്യാരി ഓൺ എ ലിറ്റിൽ സോഫ്റ്റ്ലി.